6th ലെസന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ അമയ? വെയിറ്റ്. സിക്സ്ത് ലെസണിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയില്ല എന്ന് അമ്മയെ പറയുന്നു നോക്ക്. വൈ ഡിഡ് ദ ബ്രിട്ടീഷ് ഡിസൈഡ് ടു പാർട്ടീഷൻ ബംഗാൾ? എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാര് ബംഗാളിനെ പാർട്ടീഷൻ ചെയ്യാൻ തീരുമാനിച്ചത്? വാട്ട് ഈസ് ദ റീസൺ? ബ്രിട്ടീഷ് ഡിസൈഡഡ് ടു പാർട്ടീഷൻ ബംഗാൾ into 2 parts. അല്ലേ? What is the reason for that? The partition was supported by the Muslims of East Bengal and their support was motivated by both the poor economic condition in East Bengal as well as believed dominance of Hindu businessmen in West Bengal over the governance of Bengal. Write down. The partition was semester 1 ഇന്നുകൊണ്ട് കഴിഞ്ഞു കേട്ടോ. നോട്ട് കംപ്ലീറ്റ് ആയി. ഇനി പഠിക്കാം. ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. വൈ ഡിഡ് ദ ബ്രിട്ടീഷ്, എന്റെ ഓർമ്മ ഇത് തന്നു എന്നാണ് കേട്ടോ. വൈ ഡിഡ് ദ ബ്രിട്ടീഷ് decide to partition Bengal? Answer. To prevent, short answer ആയിട്ട് തരാം കേട്ടോ. ആൻസർ to prevent means തടയുക. To prevent Hindus and Muslims ദേവപ്രിയ കുത്തി വരച്ചിട്ടുണ്ടാ? Hindus and Muslims. എഴുതിയവർ എഴുതണ്ട, അമ്മയ്ക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് എഴുതുന്നത്. Hindus and Muslims from uniting against the British. ബ്രിട്ടീഷുകാർക്കെതിരെ ഇവർ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇവരെ വേർതിരിപ്പിക്കുന്നത് കേട്ടോ. ബ്രിട്ടീഷ്.
ദേവപ്രിയക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? Next important one is Jallianwala Bagh massacre. What is Jallianwala Bagh massacre? On 13th April 1919, public meeting was held at Jallianwala Bagh. General Dyer came to this place and ordered his soldiers to fire this crowd. The policeman obeyed the general and shoot the crowd. Most of the people were died. And hundreds of people were killed and thousands were injured. This incident is known as Jallianwala Bagh massacre. This is also important. Next one, Jallianwala Bagh massacre. എഴുതണ്ട ഞാൻ പറഞ്ഞതാണ്. When the Jallianwala Bagh massacre in 1919 April 13, a public meeting was held in Amritsar at Jallianwala Bagh in Amritsar. Then General Dyer came here and asked his soldiers to shoot at the crowd. The policeman or his soldiers obeyed the general and shoot at the crowd. Hundreds of people were killed at that time. Most of them were injured. This incident is known as Jallianwala Bagh massacre. Jallianwala Bagh massacre is on 13th April 1919. മറന്നു പോകരുതേ. ഇനി കഴിഞ്ഞ ദിവസം ഞാനൊരു ഹോംവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ? ഷോർട്ട് നോട്ട് ഓൺ ഗാന്ധിജി പറഞ്ഞില്ലേ? കുറെ പേരൊക്കെ ചെയ്തൂല്ലേ? ചെയ്തില്ലേ കുറച്ചു പേര്? ഞാൻ എഴുതിത്തരാം. അതുപോലെ നോട്ടിലേക്ക് എഴുതുക, അത് പഠിക്കാട്ടോ. ഷോർട്ട് നോട്ട് ഓൺ ഗാന്ധിജി പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഷോർട്ട് നോട്ട് ഓൺ ഗാന്ധിജി. ഷോർട്ട് നോട്ട് അബൌട്ട് ഗാന്ധിജി. Short note Gandhiji, Gandhiji. എഴുതാ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി Karamchand Gandhi was born on October 2nd, October 1869 in
Porbandar. In Porbandar. 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 He became one of one of the most respected spiritual and political leaders, of the 1900s. Gandhiji helped free the Indian people from British rule through non-violent resistance. Non-violent resistance. RESISTANCE. Non-violent resistance. And is honored. HONOURED. Honored by Indians. 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 കാണുന്നില്ല അല്ലേ? Honored by Indians. As the father of the Indian nation. Father of the Indian nation. NATION. Father of the Indian nation. Important ആണ്, പഠിക്കണം.
ചെയ്തോ? ചെയ്തു. സ്റ്റോപ്പ് ചെയ്യുന്നേ. ചെയ്തില്ല, പെട്ടെന്ന് ചെയ്യുമോ നാലൻ? പെട്ടെന്ന് എഴുതുമോ നാലൻ? എഴുതാത്തവര് ഓക്കെ ആയില്ലേ? ഇപ്പൊ നമ്മുടെ സോഷ്യൽ കവർ ചെയ്തു കേട്ടോ. സോഷ്യലും GK-യും കഴിഞ്ഞു. എഴുതി തന്ന കാര്യങ്ങൾ നന്നായി പഠിക്കാം. യെസ് അമേയ, ഗുഡ് കേട്ടാ. എല്ലാവരും നന്നായി പഠിക്കാം. എക്സാം സാറ്റർഡേ അല്ലേ? അല്ല സോറി, 4-ാം തീയതി. എന്താ ആഴ്ചയാവോ ഓർമ്മയില്ല. 4-ാം തീയതി എക്സാം. സോഷ്യലിന്റെ പീരീഡ് ആയിരിക്കും എക്സാം. ഇത്രയും നാള് പഠിപ്പിച്ചത് മുഴുവൻ എക്സാമിനുണ്ട്. അതായത് GK മുഴുവൻ, അതുപോലെ സോഷ്യലും 1 മുതൽ 6 വരെ എല്ലാ ലെസണും ഉണ്ടാവും. റിട്ടൺ എക്സാം ആണ്, ഗൂഗിൾ ഫോം അല്ല. മനസ്സിലായോ? യെസ് സൂര്യ. 6-ാം പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസറിലിട്ട് 5-ാമത്തെ ആൻസർ എനിക്ക് കിട്ടിയില്ലായിരുന്നു. 5-ാമത്തെ ആൻസർ 6-ാമത്തെ ലെസണിന്റെയാ? ഓക്കെ. പിന്നെ നമ്മുടെ ആരായിരുന്നു? ദേവാഞ്ജന. യെസ് ദേവാഞ്ജന പറ. പെട്ടെന്ന് പറയാം, ഇപ്പൊ കട്ടാവും. GK എടുത്തത് മുഴുവൻ ഉണ്ട്. GK എങ്ങനെയാ ചെയ്യേണ്ട എക്സാം? GK ഗൂഗിൾ ഫോം. ഓക്കെ. ഇപ്പൊ ദേവാഞ്ജന 6th ലെസണിന്റെ 5-ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് സൂര്യദേവിന് അയച്ചു കൊടുക്കണേ. 6th ലെസണിന്റെ 5-ാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ സൂര്യദേവിന് അയച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ തന്നെ അയച്ചൊന്നും മറന്നു പോയില്ലെങ്കിൽ. ഓക്കെ ഷെഫി കണ്ടു. ഇപ്പൊ നമ്മുടെ സോഷ്യൽ കവർ ചെയ്തു കേട്ടോ. അടുത്ത സെമസ്റ്റർ 1 കഴിയുമ്പോ ഈ ലെസൺ അല്ല, അടുത്ത ലെസൺ. ഇപ്പൊ നോട്ട് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? സെമസ്റ്റർ 2 എന്ന് എഴുതിയിട്ട് വേണം അടുത്തത് എഴുതാൻ. നോട്ടിലേക്ക് നോട്ട് ചെയ്യുമ്പോൾ അതേ നോട്ടാണ്, കുഴപ്പമില്ല. സെമസ്റ്റർ 2 എന്ന് പറഞ്ഞ് തുടങ്ങാം. യെസ് അമേയ. മിസ് GK മാത്രാണോ ഗൂഗിൾ ഫോമില്? GK മാത്രം ഗൂഗിൾ ഫോം, ബാക്കിയൊക്കെ റിട്ടൺ എക്സാം. പറഞ്ഞത് മനസ്സിലായല്ലോ? ടെക്സ്റ്റ് ഫസ്റ്റ് ലെസൺ മുതൽ ലാസ്റ്റ് ലെസൺ വരെ നന്നായി വായിക്കുക. എഴുതി തന്ന മുഴുവൻ നോട്ടും പഠിക്കുക. പിന്നെന്താ GK-യും അതുപോലെ തന്നെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ മുഴുവനും പഠിക്കാം. റിട്ടൺ എക്സാം ആണ്, ചോയ്സ് ഉണ്ട്. അത് നോക്കി കറക്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം എക്സാം എഴുതുക. ക്വസ്റ്റ്യന്റെ ടൈം എന്ന് പറയുന്നത്
സോഷ്യലിന്റെ പീരീഡ് ആയിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ, ഓൾ ഓഫ് യു, ടാറ്റ, ബൈ ബൈ.